ജീവിതം ദുഷ്കരമാണെന്ന് തോന്നുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ച് നേരം നടക്കുക. അത് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. നമുക്ക് മറ്റൊരു കാഴ്ചപ്പാട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നടത്തം നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മൾ വലിയ ജോലിയുള്ള എന്തെങ്കിലുമൊക്കെ തിരക്ക് പിടിച്ച ജോലി, എല്ലാവർക്കും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ജോലി. നമ്മൾ ആ ഒരു ജോലിയിൽ നിന്ന് ഒരു ദിവസം ലീവ് എടുക്കുക, അവധി എടുത്തിട്ട് നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ആഹ്ലാദം കിട്ടുന്ന രീതിയിൽ ആ സമയം, ആ ഒരു ദിവസം നമ്മൾക്ക് മനസ്സമാധാനം കിട്ടുന്ന രീതിയിൽ ചിലവഴിക്കുക. നമ്മൾ ഈ സ്ട്രെസ്സായിട്ടുള്ള ആ ഒരു വർക്കിൻ്റെ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അതുപോലെ സ്വയം പഠിക്കുക. നിങ്ങൾ എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, അനുഭവിക്കാനുള്ള കാരണം, അതിനെക്കുറിച്ച് അന്വേഷിക്കുക. ആ പ്രശ്നത്തെക്കുറിച്ച് പഠിച്ച് അതിനെ നേരിടാനുള്ള അതിനെക്കുറിച്ച് സ്വയം പഠിച്ച് നമ്മൾക്ക് അതിനെ നേരിടാനുള്ള ഒരു ആയുധം ഉണ്ടാക്കിയിട്ട് അതിനെതിരെ പ്രവർത്തിക്കുക. നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് തന്നെ പഠിച്ചിട്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതുപോലെ നിങ്ങളുടെ ശക്തിയിലും കഴിവിലൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നിങ്ങളുടെ കഴിവുകളെ ഒരു ലിസ്റ്റാക്കിയിട്ട് അത് മനസ്സിൽ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്നുള്ളത് മനസ്സിലിങ്ങനെ സ്വയം അതിനെങ്ങനെ ധ്യാനത്തിലൂടെ നമ്മളിപ്പോൾ മനസ്സിങ്ങനെ വെറുതെ കണ്ണടച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വരില്ല. അതിന് പകരം ആ ചിന്തകളിലേക്ക് നമ്മൾക്കുള്ള കഴിവുകളെ നമ്മൾ കൊണ്ടുവരിക. അപ്പം നമ്മൾ ആ കഴിവുകൾ നമ്മൾക്കിങ്ങനെ സ്വയം എനിക്കിതൊക്കെ കഴിയും എന്നുള്ളൊരു ആ ചിന്ത വരുമ്പോൾ നമുക്ക് സ്വയം ഒരു ആത്മാഭിമാനം അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം, മനസ്സിനൊരു കുളിർമയൊക്കെ അപ്പോൾ അനുഭവപ്പെടും. പിന്നെ മുന്നോട്ട് പോവുക. എന്ത് സംഭവിച്ചാലും, എന്ത് പ്രയാസകരമായ സംഭവത്തിലായാലും മുന്നോട്ട് തന്നെ പോവുക. ഓരോ ചുവടും മുന്നോട്ട് വെക്കുക. നിശ്ചലമായിരിക്കുന്നതിനെക്കാട്ടിയൊക്കെ എത്രയോ നല്ലതാണ് മുന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മൾ മുൻഗണനകൾ നൽകുക. നമ്മൾക്ക് എന്താണ് പ്രധാനമെന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് മുൻഗണന നൽകുക. അധിക ബാധ്യതകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ മുൻഗണനകൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാലോ എന്താണ് ആവശ്യമില്ലാത്തതെന്നുള്ളത് വെച്ചാൽ അതിനെയൊക്കെ ഒഴിവാക്കുക. പിന്നെ പ്രധാനമാണ് ഉറക്കം. നന്നായി ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിന് വളരെ ആശ്വാസമാണ്. ഏറ്റവും കൂടുതൽ മനസ്സിന് റിലീഫ് കിട്ടണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങുക തന്നെ വേണം. പിന്നെ ചിലവരുണ്ട് നന്നായിട്ട് കരയും. കുറേ കരഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഒരു സമാധാനമാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു സുഖമൊക്കെ തോന്നും. അപ്പോൾ കരയാൻ തോന്നിയാൽ കരയുക, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കുക. ഇതൊക്കെ നമ്മൾ അടക്കി പിടിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്ട്രെസ്സായിട്ട് തോന്നുക. പിന്നെ നമ്മൾ സ്വയം സംസാരം ഉണ്ടല്ലോ, ആ സ്വയം സംസാരത്തിൽ നമുക്ക് പ്രചോദനം നമുക്ക് തരുന്ന രീതിയിലുള്ള സംസാരമായിരിക്കണം. നമുക്ക് നമ്മളോട് സെൽഫ് ഡൗട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. നമുക്ക് കഴിയും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ തന്നെയാണ് എപ്പോഴും നമ്മൾ സെൽഫ് ടോക്കിൽ കൊണ്ടുവരേണ്ടത്. പിന്നെന്താണ്, ജീവിതം നിരന്തരം മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയാണ്. ഇപ്പം നമ്മളൊരു യാത്ര പോകുമ്പോൾ, ഇപ്പോൾ ബസ്സിൽ പോവുകയാണെങ്കിൽ ഓരോ സ്ഥലവുമില്ലേ, പോയി കൊണ്ടേ ഇരിക്കുകയല്ലേ, ഒരു സ്ഥലം അത് കഴിഞ്ഞ് അടുത്ത സ്ഥലം. അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ദുഷ്കരമായ സമയം ആണ് എങ്കിൽ നമുക്ക് അടുത്തത് നല്ല സമയമാണ് വരാൻ പോണത്. അതായത് അവിടെ തന്നെ നിൽക്കല്ല, അത് യാത്രയാണ്, അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താണോ എന്നുള്ളത് അതും മാറും. ഈ സമയവും കടന്നു പോവുക തന്നെ ചെയ്യും. ഓക്കെ.